ഭോപ്പാലിലെ മലയാളി നഴ്സ് മായയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ സുഹൃത്ത് കുറ്റം സമ്മതിച്ചു എന്ന വാർത്ത മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്ന് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശി പ്രതി ദീപക് കത്തിയാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പ്രതി ദീപക് കത്തിയാരും കൊല്ലപ്പെട്ട മായയും തമ്മിൽ 4 വർഷത്തിലേറെയായുള്ള പരിചയമുണ്ട്. ഇരുവരും ഒരുമിച്ച് ഒരു ആശുപത്രിയിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണ് പരിചയം. പിന്നീട് അത് പ്രണയത്തിലേക്ക് പോയി എന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ പ്രതിയായ ദീപക് കത്തിയാർ വിവാഹം കഴിക്കുന്നു. ഇയാൾ കാൺപൂർ സ്വദേശിയാണ്. കാൺപൂരിൽ നിന്നുള്ള ഒരു യുവതിയുമായിരുന്നു വിവാഹം. അതിനു പിന്നാലെ ഇരുവരും തമ്മിലുള്ള മായയുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവുന്നു. മായയെ ഒഴിവാക്കാൻ വേണ്ടി ഈ പ്രതി പലതവണ പറയുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ വഴങ്ങാതിരുന്നതോടെയാണ് മായയെ കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫ്ളാറ്റിലേക്ക് മായയെ വിളിച്ചു വരുത്തുന്നു. 3 മണിയോടെ മായ അവിടെ എത്തുന്നു. അതിനുശേഷം ഈ പോലീസ് പറയുന്നത് പ്രകാരം ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പ്രതി ഇവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 8 മണിയോടെ കൊലപാതകം നടന്നു എന്നതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഏതാണ്ട് 4 മണിക്കൂറോളം മൃതദേഹം വീട്ടിൽ വെച്ച് സൂക്ഷിച്ച ശേഷമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കുഴഞ്ഞു വീണു പെട്ടെന്ന് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കഴുത്തിലെ പാടുകൾ കണ്ട് സംശയം തോന്നിയാണ് ആശുപത്രി അധികൃതർ പോലീസിന്റെ വിവരം അറിയിക്കുന്നത്. പിന്നാലെ ഇയാൾ സ്ഥലം വിടാൻ നാടുവിടാൻ ശ്രമം നടത്തിയെങ്കിലും ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്.